ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്കാണ് വിളിക്കുന്നത്. ആ ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് വന്നില്ലെങ്കിൽ നിർബന്ധപൂർവ്വം വിളിച്ചു വരുത്തുകയാണ്. ഇവിടെ 2-3 മാസക്കാലം മുമ്പ് ഉണ്ടായ ഒരു വിവാദമാണ് നമ്മുടെ കേരളത്തിൽ. പറ്റി എനിക്ക് മുമ്പ് സംസാരിച്ച സഖാക്കൾ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. ഇന്നത്തെ പകല് ഇത്തരമൊരു പ്രതിഷേധം സംഘടിപ്പിച്ചതിന്റെ സാഹചര്യം കേരളത്തിൽ അരിയാഹാരം കഴിക്കുന്ന ഒരു മനുഷ്യനെ പ്രത്യേകിച്ച് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. കേരളം അപമാന ഭാരം കൊണ്ട് തലകുടിച്ച് നിൽക്കുക. ആ അപമാന ഭാരം എന്ന് പറയുന്നത് പാലക്കാട്ടെ ഒരു MLA, ആ MLAയുടെ പേരിന് പറയുന്നതിന് ബുദ്ധിമുട്ടുമില്ല. രാഹുൽ മാങ്കൂട്ടം എന്നാണ് പറയുന്നത്. അദ്ദേഹത്തെ ഈ നാട്ടിലെ ഓമനപ്പേരായി വിളിക്കുന്നത് മാങ്ങാണ്ടി എന്നാണ് വിളിക്കുന്നത്. ആ മാങ്ങാണ്ടി കേരളത്തിന് അപമാനമായി മാറിയിരിക്കുന്നു. നമ്മുടെ കേരളത്തിലെ ഇന്ത്യയിലെ ചരിത്രത്തിൽ ഒരുപാട് പീഡനം കേട്ടിട്ടുണ്ട്. പക്ഷേ ആ പീഡന വീരന്മാരെ എല്ലാം വളർത്തിയടിച്ച് ഗിന്നസ് ബുക്കിൽ 1-ാം സ്ഥാനത്തേക്ക് ഈ പീഡന വീരം മാറിയിരിക്കുക. ഇന്ന് തന്നെ 3ഓളം വരുന്ന സ്ത്രീകൾ പറഞ്ഞിരിക്കുന്നു, ഞങ്ങളെ ഇത്തരത്തിൽ ഉപയോഗിക്കേണ്ട, ഞങ്ങളെ നിർബന്ധിച്ചു. അങ്ങനെ നമ്മുടെ കേരള നാടിന് അപമാനമായിരിക്കുന്നു. കോൺഗ്രസിന്റെ തറവാടായ KPCC ആസ്ഥാന മന്ദിരത്തിൽ ചെല്ലും ചെലവും കൊടുത്തൊരു കോഴിയെ, ഒരു പീഡന വീരനെ, നാട്ടിലെ മാനം മര്യാദയായി ജീവിക്കുന്ന പെൺകുട്ടികളെ മാനം കവരാൻ, ഇല്ലാതാക്കാൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് നേതൃത്വം കൊടുക്കുന്ന ഒരു ദയനീയ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്.